നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരമേറ്റതു മുതൽ റെയിൽവേയുടെ സാരഥിയായി അശ്വിനി വൈഷ്ണവാണ് റെയിൽവേക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോഴും മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തും അശ്വിനി വൈഷ്ണവ് തന്നെയാണ്. അശ്വിനി വൈഷ്ണവിന്റെ കയ്യിൽ റെയിൽവേ വകുപ്പ് എത്തിയതോടുകൂടി ഓരോ ദിവസവും ചടുലമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസവും റെയിൽവേക്ക് ഒരു ശുക്രൻ ദശ പോലെ റെയിൽവേ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ട്രെയിനുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ, പുതിയ റെയിൽവേക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജ് തന്നെ റെയിൽവേയിലേക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് എടുത്തു പറയണം. കാരണം റെയിൽവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ആവശ്യമായ ഒരു സർവീസാണ് റെയിൽവേ എന്ന് പറയുന്നത്. കോടികളുടെ ഒരു വരുമാനം കിട്ടുന്ന ഒരു സർവീസും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ഇന്ത്യൻ റെയിൽവേ തന്നെ ഓരോ ദിവസവും അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. റെയിൽവേയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ തീവണ്ടി യാത്ര സുഗമമാക്കാനും വേണ്ടി ഒരു പിടി പുത്തൻ കർമ്മ പദ്ധതിയുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ 2 അമൃത് ഭാരത് ട്രെയിൻ വൻ വിജയമായതോടുകൂടിയാണ് പുതിയ 50 അമൃത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ച് കഴിഞ്ഞതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ മികച്ച സൗകര്യത്തോടുകൂടി തീവണ്ടി യാത്ര സാധ്യമാക്കുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത്. നേരത്തെ വന്ദേ സാധാരൺ എന്നായിരുന്നു പേര്. പിന്നീട് പ്രധാനമന്ത്രി ഇതിന്റെ പേര് അമൃത് ഭാരത് എന്നാക്കി മാറ്റി. 1000 കിലോമീറ്റർ ദൂരം വരെ 454 രൂപയ്ക്ക് യാത്ര ചെയ്യാം. ഇതിനു പുറമെ 150 അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. ജനറൽ പാസഞ്ചർ ട്രെയിനിന് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ 2500 ജനറൽ പാസഞ്ചർ ട്രെയിൻ കോച്ചുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിനു പുറമെ 10,000 ട്രെയിൻ കോച്ചുകൾ പുതിയതായി നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതെല്ലാം അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. തീവണ്ടി യാത്രകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ട്രെയിൻ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ചേർത്ത കവചിന്റെ 4ാം പതിപ്പ് ഉടൻ പുറത്തിറക്കുന്നത് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ വർഷം 5300 കിലോമീറ്ററോളം പുതിയ ട്രാക്കുകൾ സ്ഥാപിച്ചു. ഇക്കുറി 800 കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്ക് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം കേരളത്തിന് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കാൻ സാധ്യതയുണ്ട്. കൊച്ചുവേളി, ബംഗളൂർ, ശ്രീനഗർ, കന്യാകുമാരി സർവീസുകളാണ് റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് കൊങ്കൺ വഴിയാകും ശ്രീനഗർ വന്ദേ ഭാരത് സർവീസ് നടത്തുക. ശ്രീനഗറിന് തൊട്ടടുത്തുള്ള ബഡ്ഗാം സ്റ്റേഷൻ വരെ ആഴ്ചയിൽ 3 ദിവസമായിരിക്കും സർവീസ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ പാത ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ സർവീസ് തുടങ്ങുമെന്നാണ് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നത്. ബേമലിന്റെ ബംഗളൂർ ഫാക്ടറിയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡിസംബറോടെ 10 ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും. രാജധാനി ട്രെയിനിലെ പോലെ പൂർണ്ണമായും AC കോച്ചുകൾ മാത്രമാകും വന്ദേ ഭാരത് സ്ലീപ്പറിലും ഉണ്ടാകുക എന്നത് റെയിൽവേയിൽ വരുന്ന പുതിയ മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ ദിവസം ചെല്ലുന്തോറും റെയിൽവേയിൽ പുതിയ ട്രെയിനുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് തന്നെ വ്യക്തമാക്കുന്നത്.